ഗസ ശാന്തമാകും എന്നുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു തുടങ്ങുകയാണ്. കാരണം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ച 20 ദിന കർമ്മ പരിപാടി അല്ലെങ്കിൽ സമാധാന ഉടമ്പടി അത് പൂർണ്ണമായും പാലിക്കുന്നത് സംബന്ധിച്ച് ഹമാസും ഇസ്രയേലും കടുംപിടുത്തം തുടരുന്നതാണ് ഇക്കാര്യത്തിലുള്ള അവ്യക്തത ഉണ്ടാകാൻ കാരണം. ഈ ഹമാസും ഇസ്രയേലും ബന്ദികളെ മോചിപ്പിച്ച് ഈ സമാധാന ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിലേക്ക് കടക്കും എന്ന് പറഞ്ഞപ്പോഴും ബന്ദികളുടെ മോചനം ഇപ്പോഴും വൈകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിന് ഹമാസ് നൽകുന്ന ന്യായീകരണം ഇസ്രയേൽ ഇപ്പോഴും അവിടെ ആക്രമണം നടത്തുന്നു, ഈ സാഹചര്യത്തിൽ സുരക്ഷിതമായി ഈ ബന്ദിമോചനം സാധ്യമല്ല എന്നുള്ളൊരു നിലപാടിലാണ് ഹമാസ് ഉള്ളത്. അവർ കൂടുതൽ സമയം അമേരിക്കയോടും അതേപോലെ ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങളോട് തേടുകയാണ്. ഇപ്പോൾ ഹമാസുമായിട്ട് അനൗപചാരിക ചർച്ചകൾ ഇസ്രയേൽ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായ സംഗതിയാണ്. ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിൽ ഹമാസും ഇസ്രയേലുമായിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഹമാസിൻ്റെ നേതാവ് ഖലീൽ എൽ ഹയ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട് ഇവിടെ നിലവിലുള്ള സമാധാന പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നത് ഈ തരത്തിൽ ഗസയിൽ പൂർണ്ണമായും വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടും, അവിടെ ജനജീവിതം സുഗമമാകും എന്നുള്ളതിന് അമേരിക്കയടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ലോകരാജ്യങ്ങളെല്ലാം ഗ്യാരണ്ടി നൽകണമെന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഇസ്രയേൽ നൽകുന്ന ഉറപ്പ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഹമാസിൻ്റെ നിലപാട്. കാരണം ഹമാസിൻ്റെ മുൻ അനുഭവം അത്തരത്തിലാണ്. ഇസ്രയേൽ 2 തവണ ഇത്തരത്തിൽ ഉറപ്പുകൾ ലംഘിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇസ്രയേലിനെ വിശ്വാസമില്ല എന്നുള്ളൊരു നിലപാടാണ് ഹമാസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നേരത്തെ പ്രഖ്യാപിച്ച ആ ഒരു കാര്യം അത് ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. അതായത് പൂർണ്ണമായ നിരായുധീകരണത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഹമാസ് പറഞ്ഞു. അതോടൊപ്പം ഈ ഗസയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, പൂർണ്ണമായും ഹമാസ് അവിടെ നിന്ന് പോകണം, പകരം പലസ്തീൻ നിയന്ത്രിത ഒരു ഭരണകൂടം അവിടെ വരണം എന്നുള്ള അമേരിക്കൻ നിർദ്ദേശവും പാലിക്കാൻ തൽക്കാലം സൗകര്യമില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഹമാസ് ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതേസമയം തന്നെ ഇസ്രയേലും ഇക്കാര്യത്തിൽ കടുംപിടുത്തം തുടരുന്നു. അവർ ബന്ദിമോചനത്തിനുള്ള സന്നദ്ധത അറിയിച്ചെങ്കിലും പൂർണ്ണമായും ഇസ്രയേൽ സേന ഗസയിൽ നിന്ന് ഒഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും ഇസ്രയേലും നൽകിയിട്ടില്ല. ബെഞ്ചമിൻ നെതന്യാഹു അവസാനം പറഞ്ഞ പ്രസ്താവന ഇങ്ങനെയാണ്: സേനയെ പൂർണ്ണമായും പിന്നോട്ട് വലിക്കുന്ന പ്രശ്നം തൽക്കാലം ഉദിക്കുന്നില്ല. കാരണം സമാധാന ജീവിതം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ ഘട്ടം ഘട്ടമായി മാത്രമേ ഇസ്രായേൽ സേനയെ പിന്മാറ്റൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും അവിടെ ഏറ്റുമുട്ടലുകൾ തുടരും എന്ന് തന്നെയാണ്. ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ നിലപാട് വളരെ നിർണായകമാണ്. അദ്ദേഹം 72 മണിക്കൂർ നൽകിയ സമയപരിധി ഞായറാഴ്ചയോടുകൂടി അവസാനിച്ചു. ഇനി അവിടെ എന്തും ചെയ്യാനായിട്ടുള്ള ലൈസൻസ് അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രയേലിന് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇസ്രയേൽ ഇനി എന്ത് ചെയ്താലും അമേരിക്ക കണ്ണും പൂട്ടി നോക്കിയിരിക്കും, അല്ലെങ്കിൽ കണ്ണും പൂട്ടി ഇരിക്കും എന്നുള്ളത് ആണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. കാര്യം അമേരിക്കയ്ക്ക് ഇനി വാദിക്കാം, അല്ലെങ്കിൽ ട്രംപിന് ഇനി വാദിക്കാം, സമാധാനത്തിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി, പക്ഷേ ഹമാസ് അതിന് വഴങ്ങിയില്ല എന്നൊരു നിലപാടെടുത്ത വേണമെങ്കിൽ ഇസ്രയേൽ നടത്തുന്ന എല്ലാ നരനായാട്ടുകൾക്കും അമേരിക്കയ്ക്ക് മൗനാനുവാദം നൽകാവുന്നതാണ്. ഇനി എന്താണ് ഗസയിൽ അരങ്ങേറാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ അന്താരാഷ്ട്ര സമൂഹം ഇവിടെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. കാരണം ഇത്തരത്തിലൊരു അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇസ്രയേലും ഹമാസും ആ സാഹചര്യം മുതലെടുത്ത് എത്രയും വേഗം അവിടെ ജനജീവിതം പുനഃസ്ഥാപിക്കപ്പെടണം, ഇനി അവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര സമൂഹവും ഐക്യരാഷ്ട്ര സംഘടനയും അടക്കമുള്ളവർ നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ, അതായത് ഈ 20 ദിന ഉടമ്പടികളിൽ ആദ്യത്തെ മാത്രം വ്യവസ്ഥയാണ് ബന്ദികളെ പരസ്പരം വെച്ചുമാറുക എന്നുള്ളത്. ഇസ്രയേലിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 48 പേരുടെ കാര്യത്തെക്കുറിച്ചാണ് അവർക്കിപ്പോൾ ആശങ്കയുള്ളത്. അതിൽ 28 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ വിട്ടുകിട്ടണമെന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ നിലപാട്. അതേസമയം 20 പേർ ജീവനോടെ ഹമാസിൻ്റെ പിടിയിലുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, അവരിപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. അപ്പോൾ ഇവരെയും വിട്ടുകിട്ടണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെടുന്നു. അതേപോലെ ഇസ്രയേലിൻ്റെ കസ്റ്റഡിയിലുള്ള ഹമാസ് അനുകൂലികളെയും ഇതേപോലെ തന്നെ പരസ്പരം വെച്ചുമാറാം എന്നുള്ളൊരു നിലപാടാണ് 2 കൂട്ടരും എടുക്കുന്നത്. അപ്പോൾ ഈ ബന്ദിമോചനത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിലും 2 കൂട്ടരും ഏറ്റുമുട്ടൽ എന്ന് അവസാനിപ്പിക്കും, അതിനുള്ള കറക്റ്റ് പ്ലാൻ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കൂട്ടരും താൽക്കാലിക ഈ ബന്ദിമോചനം അടക്കമുള്ള കാര്യങ്ങൾ സാധ്യമായതിനു ശേഷം വീണ്ടും ഏറ്റുമുട്ടൽ തുടരും എന്ന് തന്നെയാണ്. പക്ഷേ തൽക്കാലം ഹമാസ് ഒരു വലിയൊരു തിരിച്ചടിക്ക്, വലിയൊരു പ്രത്യാക്രമണത്തിന് മുതിരുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം പഴയ ഹമാസ് അല്ല ഇപ്പോഴുള്ളത്. അവർ സായുധമല്ല, അവർക്ക് ആയുധശേഷി കുറഞ്ഞു, അവർക്ക്
കിട്ടുന്ന സംഭാവനകൾ വലിയൊരളവിൽ കുറഞ്ഞു. പലസ്തീൻ ഭരണകൂടം അവരോടെടുത്തിരുന്ന നിലപാടിൽ വരെ മാറ്റമുണ്ടായി. ഹമാസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഫലസ്തീൻ ഭരണകൂടം ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ഹമാസ് അവിടെ നിന്ന് വിട്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ഫലസ്തീൻ്റെ നിലപാട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹമാസിന് ഇനി എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇപ്പോൾ ഇസ്രയേലും ഇറാനും സൗദിയും അടക്കമുള്ള രാജ്യങ്ങൾ അവർക്ക് പരോക്ഷ പിന്തുണ നൽകുന്നുണ്ട്, ധനസഹായം അടക്കമുള്ളവ നൽകുന്നുണ്ടെങ്കിൽ പോലും എത്ര കാലം? കാര്യം അവരുടെ നേതൃത്വം ഛിന്നഭിന്നമായി പോയി, അംഗബലം കുറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ തൽക്കാലം അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നൊരു നിലപാടെടുത്ത് പിന്നീട് ശക്തി സംഭരിച്ച ശേഷം തിരിച്ചടിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് ഹമാസ് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. ഇസ്രായേൽ സേന അങ്ങനെ തന്നെ. കാരണം അവർ ഇപ്പോൾ വലിയ രീതിയിലൊരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. കാര്യം ഇസ്രായേലിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ഈ ഗസയിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കണം എന്നുള്ളൊരു വലിയ നിലപാടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനകത്ത്, രാജ്യത്തിനകത്ത് രണ്ടഭിപ്രായം ഇക്കാര്യത്തിലുണ്ട്. അതേപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം അനുഭവിക്കുന്നു. ഇത്തരത്തിൽ ഒരു വലിയ കൂട്ടക്കുരുതി നടത്തിയ ആൾ എന്നൊരു പ്രതീതി അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം ഈ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് പല താല്പര്യങ്ങളുമുണ്ട്. കാരണം അവിടെ അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം 2026 മറ്റോ ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ അഴിമതി ആരോപണ വിധേയനായി പ്രതിച്ഛായ നഷ്ടപ്പെട്ട നെതന്യാഹുവിന് ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറി 1219 പേരെ വധിച്ചതിനെ പ്രതികാരം ചെയ്തയാൾ എന്നുള്ള ഒരു പ്രതിച്ഛായയുമായിട്ടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത്. അതുകൊണ്ട് തന്നെ തനിക്ക് രാഷ്ട്രീയമായി ഒരുപാട് നേട്ടമുണ്ടാകും. കടുത്ത ദേശീയവാദം കത്തിക്കാനായിട്ട് ഹമാസിനെതിരെയുള്ള തൻ്റെ പോരാട്ടങ്ങൾക്ക് കഴിയുമെന്ന തിരിച്ചറിവ് ബെഞ്ചമിൻ നെതന്യാഹുവിനുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം UN നടത്തിയ പ്രസംഗം ഓർമ്മയുണ്ടല്ലോ. അതായത് പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇനിയില്ല, അത് ഇസ്രായേലിൻ്റെ പക്ഷത്താകും എന്നുള്ളൊരു നിലപാടെടുത്ത ആൾ കൂടിയാണ്. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രായേൽ തയ്യാറാകില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കടുംപിടുത്തത്തിന് ഹമാസ് എത്രമാത്രം വഴങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുക. പക്ഷേ ഹമാസിൻ്റെ നേതാവ് ഖാലിൽ അൽ ഹയ്യ ഇക്കാര്യത്തിൽ, അതായത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഉറപ്പ് കിട്ടണം, എന്നാലേ ഞങ്ങൾ ഇക്കാര്യമായി സഹകരിക്കുമെന്ന നിലപാടെടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം വരുന്നു. അവിടെ ഇനിയും രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത.